ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും വീഡിയോ എടുക്കുന്ന 10 മണിക്ക് രാവിലത്തെ റൊട്ടീന്, മോർണിംഗ് റൊട്ടീൻ, അതായത് മോർണിംഗ് റൊട്ടീൻ, ഈവനിങ് റൊട്ടീൻ. ഞാനിന്ന് കാണിക്കുന്ന ആഫ്റ്റർ 10 മണിക്കുള്ള എൻ്റെ റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് എനിക്ക് കുറച്ച് ഹാമ്പേഴ്സിൻ്റെ കുറച്ചല്ല 2 ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ മോൻ ഉറങ്ങി, എല്ലാവരും ഉറക്കത്തിലായപ്പോൾ ഞാൻ എൻ്റെ വർക്ക് തുടങ്ങണം. അപ്പോൾ ഒന്ന് ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ചെയ്യണം. ഇത് കണ്ടോ, ഇത് മൊത്തം ഇനി അടുക്കി പെറുക്കി വെക്കണം. ഒരു ഹാമ്പർ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ആ റൂം മൊത്തം കോളാക്കണം. രണ്ടാമത്തത് ഇവിടെ വെച്ചേക്കുന്നു കേട്ടോ, അത് ഇനി സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു ഇത് കണ്ട റോള്, അതാണ് എൻ്റെ ട്രൈപോഡ്. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അതിങ്ങനെ ഓരോ ഹൈറ്റ് വ്യത്യാസത്തിൽ വെക്കും. ട്രൈപോഡ് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 2-ാം തീയതിയാണ്, 3-ാം തീയതിക്കുള്ളതാണ്. സൈഡിൽ ഇതാ കൊച്ചിൻ്റെ വണ്ടി. ഈ റൂമിലില്ലാത്ത സാധനം ഒന്നുമില്ല. ഇതുണ്ടോ, ഡംബലടക്കമുണ്ട് എക്സസൈസ് ചെയ്യുന്നത്. പിന്നെ ഈ ബോക്സൊക്കെ കാണുന്ന ബോക്സ് ഫുൾ എൻ്റെ സാധനങ്ങൾ, എൻ്റെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ മൊത്തം. ഇത് കണ്ടിട്ട് തന്നെ എൻ്റെ മൂഡ് പോയി. കാരണം ഇതെനി ഒതുക്കി വെച്ചിട്ട് വേണം എനിക്ക് പോയി കിടന്ന് ഉറങ്ങണമെങ്കിൽ. അത് ഒതുക്കി വെക്കണമെങ്കിൽ എൻ്റെ ഈ പണി മൊത്തം കഴിയണം. അങ്ങനെ കുറേ ഇലയിൽ നടന്ന് പിന്നെ ഞാൻ വെച്ചങ്ങ് തുടങ്ങാമെന്ന്. അപ്പം ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഈ ഒരു ഹാമ്പറിൽ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചത്, ഞാൻ അതിൽ നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇങ്ങനെ സെറ്റാക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചോക്ലേറ്റ്സിൻ്റെയും എല്ലാത്തിൻ്റെയും ഇങ്ങനെ അടിഭാഗത്ത് നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി കൊടുക്കും. ഇത് നേരിട്ട് കൊടുക്കാനുള്ള ഇതായിരുന്നു. അപ്പം നമ്മൾ വണ്ടിയിൽ അവിടെ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ അനങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അപ്പോൾ ആ ഒരു പൊസിഷൻ മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡബിൾ സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു ഫ്രെയിം ഉണ്ടായിരുന്നു ആ ഹാമ്പറിൻ്റെ കൂടെ തന്നെ. അതിൽ നമ്മളെ ലോഗോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു. പിന്നെ കണ്ടില്ലേ, ഓരോ സാധനം എടുക്കാൻ ഇങ്ങനെ ഇടക്കിടക്ക് എണീറ്റ് പോകും. അപ്പോൾ അത് നമ്മളിങ്ങനെ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് റാപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ണിയേട്ടൻ എണീറ്റ് വന്നു കേട്ടോ ഉറക്കത്ത്. അത് കഴിഞ്ഞിട്ട് ഇത് ചുറ്റാൻ വേണ്ടി ഞാൻ കുറേ നോക്കി. കാരണം വേറെ എന്തെങ്കിലുമൊക്കെ മോഡലൊക്കെ ചുറ്റാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി. പിന്നെ ഈ ടാപ്പ് പൊളിച്ചെടുക്കാൻ തന്നെ ഒരു 1/2 മണിക്കൂർ എടുക്കും ഒരു സൈഡിൽ നിന്ന്. കാരണം അത് ഒട്ടിയിരുന്ന് പിന്നെ അത് എവിടുന്ന് ഞാൻ പറിച്ചെടുത്തതെന്ന് ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ ഗിഫ്റ്റൊക്കെ അടിപൊളിയായിട്ട് പൊതിഞ്ഞു. പിന്നെ ഇതാണ് ഈ ഒരു ഞാനിതിനകത്ത് ഇങ്ങനെ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് റിബൺ കിട്ടുമല്ലോ. അപ്പോൾ ഞാനതിനിങ്ങനെ നൈസായിട്ടുള്ള റിബണാട്ടോ എടുത്തത്. കാരണം ആ ഒരു കളറിൻ്റെ കൂടെ മാച്ചായി പോകുന്ന റിബൺ എൻ്റെ അടുത്ത് ഇതേണ്ടായിരുന്നു. ബാക്കിയെല്ലാം ബ്ലാക്ക്, ഗ്രീൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു കളറിൻ്റെ മിനിമലായിട്ട് അത് വെച്ചപ്പോൾ രസമുണ്ടായിരുന്നു. പിന്നെ ഒരു ബൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ തന്നെ. അപ്പോൾ ഇത് 2-ാമത്തെ ഹാമ്പറിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള സ്റ്റിക്കർ ഞാൻ ഓൾറെഡി ഒട്ടിച്ചിരുന്നു. പക്ഷേ അത് ഒരു സ്റ്റിക്നെസ് കുറവ്. അത് ഞാൻ ഡബിൾ സൈഡ് വെച്ചിട്ട് പിന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് മറ്റേ ഹാമ്പറിലേക്കുള്ള ഡ്രസ്സാട്ടോ. ഞാൻ ഈ ബോക്സ് മാറ്റിയിരുന്നു. കാരണം നമ്മളെല്ലാ സാധനം അറേഞ്ച് ചെയ്ത് വന്നപ്പം വലിപ്പം എത്താത്ത പോലെ തോന്നി. കാരണം ഒരു വൃത്തിയിലൊന്നും നിൽക്കാത്ത പോലെ തോന്നിയുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബോക്സ് കുറച്ചും കൂടെ വലിപ്പമുള്ള നമ്മളൊരു A4 സൈസിൻ്റെ ആ ഒരു സൈസിലൊക്കെ ഉള്ള ബോക്സ് ഞാൻ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി വന്നപ്പോൾ ഞാൻ വെച്ചാൽ ഇനി ബാക്കി നാളെ ചെയ്യാമെന്ന് വെച്ചിട്ട് എല്ലാം വലിച്ച് വാരി കൂട്ടിയെടുക്കുകയാണ്. അതിനിടയ്ക്ക് ഉറക്കവും വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർത്തപ്പോൾ ഞാൻ വെച്ച് ബാക്കി നാളെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഫുള്ള് പെറുക്കുക. കാരണം ഈ പെറുക്കി തീർക്കാൻ തന്നെ ഒരു 1-1.5 മണിക്കൂർ എടുക്കും. കാരണം ഈ കാണുന്ന പോലെ ഒന്നുമല്ല, നിറച്ച് വലിച്ചിട്ടേക്കുക. അതും എൻ്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വലിച്ചിട്ട കൂട്ടത്തിൽ. അതുകൊണ്ട് അത് മൊത്തം എനിക്ക് തന്നെ പെറുക്കി വെക്കണം. അപ്പോൾ ഒരു കവറിൽ ഞാൻ ഈ റിബൺസൊക്കെ എടുത്ത് കൂട്ടി വെക്കണം. കാരണം നേരെ റോൾ ചെയ്ത് വെക്കാനൊന്നും സമയമില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ആ ടോപ്പർ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാലോ എന്ന്. കാരണം ആ ടോപ്പർ ഒന്നിങ്ങനെ അലങ്കരിച്ച് വെച്ചാലോ എന്ന് വിചാരിച്ച് അത് വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ മോൾ ഭാഗം നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം, ബോക്സിൻ്റെ മോൾ ഭാഗമൊക്കെ. പക്ഷേ അത് നിർഭാഗ്യവശാൽ എനിക്ക് ആ ബോക്സ് മാറ്റേണ്ട വന്നു. പക്ഷേ അപ്പോൾ അറിയുന്നില്ലല്ലോ അത് മാറ്റേണ്ട വരുമെന്ന്. അതുകൊണ്ട് ഞാനത് സെറ്റ് ചെയ്യുന്ന എന്തായാലും വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ പിന്നെ അത് വിചാരിച്ച് അവിടെ കിടക്കട്ടെ എന്ന്. എന്തായാലും എടുത്തല്ലോ, അങ്ങനെ അതും കൂടെ സെറ്റ് ചെയ്തു. പക്ഷേ സെറ്റ് ചെയ്ത് ആ ഒരു ബോക്സിൻ്റെ കളറിൻ്റെ കൂടെ ഇത് വെച്ച് വന്നപ്പോൾ നല്ല മാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതവിടെ മാറ്റി വെച്ച് ബാക്കി പിന്നെയും പെറുക്കി കൂട്ടി വാരിക്കൂട്ടി കവറിലൊക്കെ ആക്കിയിട്ടിട്ട് ഞാനിങ്ങനെയൊന്നും അല്ല കേട്ടോ ഒതുക്കി പെറുക്കാറ്. ആ റിബൺസൊക്കെ കറക്റ്റ് ഞാൻ റോൾ ചെയ്ത് വെക്കും. പിന്നെ ഈ പുറകെ കാണുന്ന പെട്ടികൾ മൊത്തം എൻ്റെ സാധനങ്ങളാണ്. എന്തോരം സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തൊക്കെ ക്രാഫ്റ്റിൻ്റെ എന്തൊക്കെ സാധനമുണ്ട്. പിന്നെ ബാക്കിയുള്ള ഈ റാപ്പിംഗ് ഷീറ്റൊക്കെ അവിടെ എവിടെയും കിടക്കുന്നൊക്കെ എടുത്ത് മടക്കി വെച്ചു. പിന്നെ അടിച്ചു വാരി, അല്ലെങ്കിൽ രാവിലത്തേക്ക് ഭയങ്കര പണിക്കും. അപ്പോൾ രാത്രി തന്നെ ഞാൻ ആ റൂമൊക്കെ അടിച്ചു വാരി ഇട്ടിട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് വൃത്തിയായി. ഞാൻ പിന്നെ എനിക്ക് ഇങ്ങനെ വലിച്ചു വാരി ഇട്ടെടുത്ത് പോയി കിടന്നുറങ്ങാൻ എനിക്ക് എന്താ പോലെ. അപ്പം ഞാനത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാനത് ഒതുക്കി വെക്കും. പിന്നെ ഞാൻ കിടന്നുറങ്ങാൻ പോവാം കേട്ടോ. ഇപ്പം സമയം ഏകദേശം സാധാരണ ഞാൻ 1 മണിയൊക്കെ ആവും കിടക്കുക. ഇന്ന് കുറച്ചും കൂടെ നേരത്തെ പോയി.
സമയം ഏകദേശം 11:30 10:30 കണ്ടായിരുന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. 11:30. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.